ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സദ്യ സ്പെഷ്യൽ വടക്കൂട്ടുകറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വടക്കൂട്ടുകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വടക്കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന അരക്കപ്പ് ഉഴുന്നാണ്. പിന്നെ വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്. ഇത്രയാണ് നമ്മുടെ വടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉഴുന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. ഇനി വട പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വടകൾ ഇട്ട് പൊരിച്ചെടുക്കാം. ചെറിയ ചെറിയ വടകളാണ് നമ്മൾ ഈ ഒരു വടക്കൂട്ടുകറിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വടകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വടകളൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇതാണ് വേണ്ടത് വടക്കൂട്ടുകറിക്ക്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള വടകളെല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിനി കൂട്ടുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. അതുപോലെ തന്നെ 2 മീഡിയം സൈസ് സവോള. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. 1 പാൽ അരക്കപ്പും 2 പാൽ 1 കപ്പും. അപ്പോൾ ഇത്രയും യൂസ് ചെയ്തിട്ട് നമുക്ക് കൂട്ടുകറി ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. പാന് ചൂടായതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സവോളയും ഉരുളക്കിഴങ്ങും ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവോളയും ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു 2 പാലിൽ കിടന്നാണ് ഈ ഒരു ഉരുളക്കിഴങ്ങും സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ 1 പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന 3/4 ടീസ്പൂൺ ഗരം മസാലയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് കൂട്ടുകറിയിലോട്ട് നമ്മുടെ വട ഇട്ട് കൊടുക്കാം. വട ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴാണ് നമ്മുടെ വട കൂട്ടുകറി ആവുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ വടക്കൂട്ടുകറി റെഡിയാവും. അപ്പോൾ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ വടക്കൂട്ടുകറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ട് താളിച്ചൊഴിക്കാം. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വടക്കൂട്ടുകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് വടക്കൂട്ടുകറീൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ
അപ്പോൾ ഇതാ നമ്മുടെ വടക്കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വരുന്ന ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ തന്നെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.